യേശുള്ളൂ. ഇന്നത്തെ വീഡിയോ നമുക്കിങ്ങനെ വെണ്ടയ്ക്ക മെഴുകുവരട്ടി ഉണ്ടാക്കാം. എൻ്റെ സ്വന്തം പേഴ്സണാണ്. ആദ്യം നമ്മൾ ഗ്യാസ് കത്തിക്കണം, ശേഷം പാൻ എടുത്ത് വെക്കണം. ഇതിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആണ് ഒഴിക്കാൻ ഉള്ളത്. ഞാൻ കുറച്ചല്ല, കൂടുതലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചാൽ മതി. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ കടുകാണ്. എൻ്റെ ഫേവറേറ്റ് സൗണ്ടാണ് കടുക് പൊട്ടുന്ന സൗണ്ട്. 4 പച്ചമുളക് ഇങ്ങനെ കീറി അതിനകത്തോട്ടിടുക. അടുത്തത് കറിവേപ്പില. ആ ലാസ്റ്റ് കറിവേപ്പില എൻ്റെ കയ്യിൽ നിന്നും പോയില്ല, എന്നെ ഇഷ്ടപ്പെട്ടാൻ തോന്നുന്നു. അടുത്ത നമ്മളെ മെയിൻ ഐറ്റമായ വെണ്ടയ്ക്ക ഇടുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെണ്ടയ്ക്കേനെ ഇളക്കുക. അടുത്ത ഐറ്റം ഉപ്പാണ്. ഞാനൊന്ന് സ്റ്റൈലിന് ഇങ്ങനെ ഉപ്പിട്ടതാണ്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഇനി കൂടിയായിട്ട് പോയാലോ. ഇങ്ങനെ കൂടിപ്പോയ എൻ്റെ അമ്മ ഇതോടെ എടുത്ത് തലയിൽ അടിച്ചു തരും. അതുകൊണ്ട് സൂക്ഷിച്ചിടുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പ് അങ്ങോട്ട് പിടിക്കട്ടെ. കണ്ട നമ്മുടെ വെണ്ടയ്ക്ക കിടക്കുന്ന കണ്ട. അടുത്തത് മുളക് പൊടിയാണ് നമ്മൾ ഇടാനുള്ളത്. കുറച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ എരിഞ്ഞ് ചാവും. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. ഇതാണ് നമ്മളുടെ വെണ്ടയ്ക്കയുടെ ഫൈനൽ ലുക്ക്. ഫിഷ് ഫ്രൈ കൂടി നമുക്ക് ഉണ്ടാക്കാം. എണ്ണ ഞാൻ നേരത്തെ ഒഴിച്ചു, കാരണം ഈ ഷോർട്സ് എൻ്റെ അമ്മ കാണുന്നതാണ്. ഞാൻ ഇത്ര എണ്ണ എടുത്തെന്നറിഞ്ഞ എൻ്റെ അമ്മ തലയടിച്ച് പൊട്ടിക്കും. ഓ മൈ ഗോഡ്, വെളുത്തുള്ളി കരിഞ്ഞു പോയി. മീൻ പൊരിച്ചതിന് ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ചാളമീനാണ് ഇവിടെ പൊരിക്കുന്നത്. അപ്പം ചാളമീൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇടുകയാണ്. ക്യാമറ ഓൺ ആക്കിയോ എന്ന് നോക്കിയാണ് 2 മീൻ അവിടെ 2 മീന് പലയിടത്തുമൊക്കെ കൊണ്ട് ഞാൻ ഇട്ടത്. ഫൈനലി നമ്മൾ ഫിഷ് ഫ്രൈ ആയി. നമുക്കിനി ചോറ് കഴിക്കാം. ഓക്കെ, ബൈ ബൈ.